ഹായ് സുഹൃത്തുക്കളെ, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയുടെ പരീക്ഷാ തീയതി PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ പരീക്ഷാ കലണ്ടറിനൊപ്പമാണ് ഈ ഒരു KWA പരീക്ഷയുടെ തീയതി വന്നിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് STക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടും, അതായത് കാറ്റഗറി നമ്പർ 291/2024 STക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതിന് 228 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള നിയമനം, ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ്, അതിന് 138 പേരാണ് ആ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്, അതിനുള്ള പരീക്ഷയാണ് ഈ മാർച്ച് മാസത്തിൽ നടക്കുന്നത്. മാർച്ച് 15-നാണ് തീയതി, മാർച്ച് 15-നാണ് പരീക്ഷ വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മാർച്ച് മാസം 15-ാം തീയതിയാണ് ഈ പരീക്ഷ വരുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ്, ഡിപ്പാർട്ട്മെന്റിലുള്ള ഓൾറെഡി ജോലിയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് ഈ വിശദമായ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ മുൻപ് നടന്ന കേരള വാട്ടർ അതോറിറ്റി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അതിന്റെ അതേ സിലബസ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സിവിലെന്നോ മെക്കാനിക്കലെന്നോ കെമിക്കലെന്നോ ഒന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. എല്ലാം കൂടെ ഒരുമിച്ച് മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 21 വരെ ഒറ്റ സ്ട്രെച്ചിൽ മൊഡ്യൂളുകൾ ആക്കി തിരിച്ചിരിക്കുകയാണ്. പക്ഷെ സംഗതിയൊക്കെ പഠിക്കേണ്ടതൊക്കെ പഴയ കാര്യങ്ങൾ തന്നെയാണ്, അതായത് തൊട്ട് മുന്നത്തെ സിലബസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. I+ ഇതേ സിലബസ് അനുസരിച്ചാണ് നമ്മുടെ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതോടൊപ്പം ഉള്ള ഡിസ്ക്രിപ്ഷനിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, മൊഡ്യൂൾ 1 സിവിലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് 4 മാർക്ക് മൊഡ്യൂൾ 1-നുണ്ട്. ദെൻ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ FM-ഉം വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അതിനും 4 മാർക്കുണ്ട്. FM-ന്റെ കുറച്ച് ഭാഗങ്ങൾ മെക്കാനിക്കലിന്റെ ഭാഗത്ത് ഇവരിട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ സിവിൽ മെക്കാനിക്കൽ എന്നൊന്നും തരം തിരിച്ചിട്ടില്ല, എല്ലാം കൂടെ ഒറ്റ സെറ്റിൽ അങ്ങ് പറഞ്ഞു പോയിരിക്കുകയാണ്. മൊഡ്യൂൾ 3 ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്തു നിന്നാണ് സർവേയിങ്, ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ, കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കണം. 4 മാർക്കാണ് ആ ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 4ാമത്തെ മൊഡ്യൂൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, വലിയൊരു സബ്ജക്റ്റ് ആണ്, ഒത്തിരി പഠിക്കാനുണ്ട്. പക്ഷെ 3 മാർക്ക് ഇതിനുള്ളൂ. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതിനാണോ വെയിറ്റേജ് കൂടുതൽ അതിന് കൂടുതൽ സമയം കൊടുക്കുക, വെയിറ്റേജ് കുറവുള്ളതിന് കുറഞ്ഞ സമയം കൊടുക്കുക. പക്ഷേ ഒന്നും ഒഴിവാക്കാൻ പാടില്ല, കൃത്യമായിട്ട് പഠിക്കണം. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, അതിന് 4 മാർക്ക്, RCC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിസൈന്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അത് 4 മാർക്കിനാണ് നമ്മൾ അത് പഠിക്കാനുള്ളത്. സ്റ്റീൽ ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉൾപ്പെടെ അതിനകത്ത് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. 6ാമത്തെ മൊഡ്യൂളിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അതിനും 4 മാർക്ക്, അത്യാവശ്യം വലിയ ടോപ്പിക്ക് തന്നെയാണ് ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. 7ാമത്തെ മൊഡ്യൂൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അർബൻ പ്ലാനിങ്, വലിയ ഒരു ടോപ്പിക് ഉണ്ട്. പക്ഷേ 2 മാർക്കേ അതിനുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരുന്നത് മെക്കാനിക്കലിന്റെ ഭാഗത്തു നിന്നാണ് ശരിക്കും 8ാമത്തെ മൊഡ്യൂൾ തൊട്ട് തുടങ്ങുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, അതിന് 3 മാർക്ക്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് സോളിഡ്സ്, MOSന്റെ ആദ്യത്തെ മൊഡ്യൂളിൽ കണ്ട ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഇവിടെയുണ്ട്. മെറ്റീരിയൽസിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, മെറ്റൽസ്, അലോയ്സ്, ഫേസ് ഡയഗ്രാം, TTT ഡയഗ്രാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുക. 10ാമത്തെ മൊഡ്യൂളിൽ മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി, വൈബ്രേഷനും ഗിയറും, ഇത് രണ്ടുമാണ് ഇവിടെ പഠിക്കാനുള്ളത്. മെക്കാനിക്കലിന്റെ ഭാഗത്തു നിന്നുള്ള ടോപ്പിക്കാണ് ഗിയർ, അതുമായി ബന്ധപ്പെട്ട ടെർമിനോളജി, അതിന്റെ കാൽക്കുലേഷൻസ്, ദെൻ വൈബ്രേഷൻസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ്. ഈ 2 ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ 11ാമത്തെ മൊഡ്യൂളിൽ വീണ്ടും ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സ് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ അഡീഷണൽ ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ, ഫ്ലോ ത്രൂ പൈപ്സ്, അതുപോലെ തന്നെ നമ്മുടെ ടർബൈന്, പമ്പ്, ഇതൊക്കെ ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഭാഗത്ത് നിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ വിട്ടുകളയരുത്. ഹീറ്റ് ട്രാൻസ്ഫർ അധികം ബുദ്ധിമുട്ടാകുന്നൊന്നും ഫീൽ ചെയ്യരുത്. നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാവുന്ന സംഗതി തന്നെയാണ്. ചിലപ്പോൾ സിവിലിലും കെമിക്കലിലും ഒക്കെ ഉള്ള ആളുകൾ ഒരു പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ കെമിക്കലുകാർ പഠിച്ചിട്ടുണ്ടാവും, സിവിലുകാർ അത് പക്ഷേ അത് വിട്ടുകളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 12ാമത്തെ മൊഡ്യൂൾ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അത് 6 മാർക്ക് കൊണ്ട്. ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിന്റെ കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷന്റെ കുറച്ച് മെഷീൻ ടൂളുകൾ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് മില്ലിങ്, ഡ്രില്ലിങ്, കാസ്റ്റിംഗ് ആണ് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത്. കാസ്റ്റിംഗ്, ഡ്രില്ലിങ്, മില്ലിങ്, ലെയ്ത്ത്, പിന്നെ ടിഗ് ആൻഡ് മിഗ് വെൽഡിങ്, CNC, ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 13ാമത്തെ മൊഡ്യൂൾ മുതൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ് വരുന്നത്. 13ാമത്തെ മൊഡ്യൂൾ പാർട്ടിക്കിൾ ടെക്നോളജി, 5 മാർക്ക്. ഫിൽട്രേഷന്, സൈസ് റിഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്ക്രീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അടുത്ത മൊഡ്യൂൾ 14ാമത്തെ മൊഡ്യൂളിൽ
സ്റ്റോഷിയോമെട്രി, ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് കണക്കുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഗ്യാസ് ലോസ് ഉൾപ്പെടെയുള്ള ഡയമെൻഷൻലെസ് ഗ്രൂപ്പ്. ദെൻ 15ാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെന്റേഷൻ, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന മൊഡ്യൂളൊക്കെ ആണ് കേട്ടോ. ഇത് തിയറിറ്റിക്കൽ മൊഡ്യൂൾ തന്നെയാണ്, വിട്ടുകളയരുത്, കൃത്യമായിട്ട് പഠിക്കുക. 16ാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ പ്രോസസ് കൺട്രോൾ 3 മാർക്കുണ്ട്. കെമിക്കലിന്റെ അവസാനത്തെ മൊഡ്യൂൾ 17ാമത്തെ മൊഡ്യൂളിൽ മാസ് ട്രാൻസ്ഫർ, അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, 6 മാർക്ക്. ലാസ്റ്റ് മൊഡ്യൂൾ അല്ല കേട്ടോ, കെമിക്കലിന് ഒരു മൊഡ്യൂളോട് ഉണ്ട്. പോളിമർ ടെക്നോളജി, അതിനും 5 മാർക്കുണ്ട്. പോളിമറിന്റെ കുറെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് 2 മൊഡ്യൂൾ ഉള്ളത്. അതേതാണ്? വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗും. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിന് 15 മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അതിന്റെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, കനാൽസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. പമ്പിംഗ് മെഷീനറി, ഓപ്പറേഷൻ ആൻഡ് ഇതൊക്കെ കുറച്ച് പുതിയ ടോപ്പിക്കുകൾ അവസാനത്തേക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ മാനുവലിൽ നിന്നും ഒക്കെ നോക്കി പഠിക്കാൻ പറ്റുന്ന സംഗതികൾ തന്നെയാണ്. അതിൽ നിന്ന് പക്ഷേ അധിക ചോദ്യങ്ങൾ കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ നിന്ന് കണ്ടിട്ടില്ല, എങ്കിലും ഇത് നോക്കി വെക്കുക. ദെൻ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിന്ന് കുറെ കാര്യങ്ങൾ 10 മാർക്കിന് നമുക്ക് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഏതൊക്കെയാണ്, സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, മെത്തേഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടൊരു സിലബസ് ആണ് നമ്മുടെ KEEക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ സിലബസ് അതേപോലെ റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ കെമിക്കൽ മെക്കാനിക്കലിനൊക്കെ ഉള്ള ഹെഡിങ്ങുകൾ എടുത്ത് മാറ്റി എന്നുള്ളത് വെച്ചാൽ മറ്റ് വലിയ പണിയൊന്നും PSC എടുത്തിട്ടില്ല. അതേ സിലബസ് അതേപോലെ തന്നെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അതേ സിലബസ്, അതേ പഠനം കുറച്ചുകൂടെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം. പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകളാണെങ്കിൽ പോലും ഇനി ഒരു 3 മാസത്തോളം, മാർച്ച് 15-നാണ് പരീക്ഷ, 3 മാസത്തോളം നമ്മുടെ മുന്നിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാമെങ്കിൽ നല്ലൊരു സ്കോർ നേടാൻ തന്നെ സാധിക്കും. അപ്പോൾ I+നൊപ്പം നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും I+നൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കഴിഞ്ഞ തവണത്തെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിൽ 1ാം റാങ്ക് I+നായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ചാനലിൽ തന്നെ, ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് പഠിക്കുക, നല്ല ജോലി നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.